എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളൊരു അനുഭവത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അനുഭവത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഇതിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരായണീയം വായിക്കുന്നതിനെ പറ്റിയും അതിൻ്റെ അത്ഭുതകരമായ ശക്തിയെ പറ്റിയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയേണ്ടതെന്നറിയില്ല. നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളാണല്ലേ. നാരായണീയം അറിയുന്നവരും പഠിക്കുന്നവരും ദിവസവും ചൊല്ലുന്നവരും ഒക്കെ ആയിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊരു ഒരു ജീവിതചര്യയായിട്ട് മാറ്റുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഒരു അനുഭവത്തിൽ നാരായണീയത്തിൻ്റെ ആ ഒരു സുഖവും ശക്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഞാനത് വായിക്കാം. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം. ശ്രീകാന്ത് സാർ, ഞാൻ 1 വർഷത്തോളമായിട്ട് ത്രിമധുരം കേൾക്കാറുണ്ട് കേട്ടോ. ചില അനുഭവങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാറുണ്ട്. എനിക്ക് എങ്ങനെ എഴുതണം എന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല ശൈലിയിൽ എഴുതാനുള്ള കഴിവൊന്നുമില്ല. എന്നാലും എൻ്റെ അനുഭവം പറയാം. ഞാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. എൻ്റെ ഭർത്താവ് മരിച്ച് 1 വർഷം കഴിഞ്ഞാണ് ഞാൻ നാരായണീയം പഠിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് മാറിയതെന്ന്. മാനസികമായിട്ട് ഞാൻ ഒത്തിരി മാറി. എൻ്റെ എല്ലാ വിഷമങ്ങളും മാറി. സ്ഥലം വാങ്ങി, വീട് വെച്ചു. ഇപ്പോൾ ഞാൻ ഭാഗവതവും പഠിക്കുന്നുണ്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. എനിക്ക് ഷുഗറുണ്ട്. 32 വർഷത്തോളമായി. അതിൻ്റെ ഭാഗമായി നടുവിൻ്റെ പ്രശ്നം, കാലിലേക്ക് ഒക്കെ നല്ല വേദനയായിരുന്നു. ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു, ബെൽറ്റ് ഇട്ടു. സ്ഥിരം ഇടാനാണ് ഡോക്ടർ പറഞ്ഞത്. 1 മാസമേ ഞാൻ ബെൽറ്റ് ഇട്ടുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല. എൻ്റെ വേദന എങ്ങനെ മാറിയെന്ന് അറിയില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമാധാനം എനിക്ക് ഭഗവാൻ തന്നു എന്ന് തന്നെ പറയാം. ഞാൻ നാരായണീയത്തിലെ ദശകം 8 അസ്മിൻ പരാത്മൻ എന്ന തുടങ്ങുന്ന ശ്ലോകം ഉണ്ടല്ലോ, ദിവസവും 11 പ്രാവശ്യം ചൊല്ലാറുണ്ട്. 1 മാസം മുൻപ് എനിക്ക് വയറിനൊരു വേദന വന്നിട്ടോ. ഡോക്ടറെ കാണിച്ചു. പിന്നെ ഈ നേരത്തെ പറഞ്ഞ എൻ്റെ ആ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല, പക്ഷേ വയറിന് വേദന എന്താണെന്നറിയില്ല. പരിശോധനയിൽ ഹെർണിയാണെന്ന് പറഞ്ഞു. അത് വന്നാൽ സർജറി മാത്രമേ വഴിയുള്ളൂ. ഡോക്ടർ പരിശോധിച്ചതുപോലെ ഞാൻ നോക്കിയപ്പോഴും മുഴയുള്ളതായിട്ട് കണ്ടുട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു സർജനെ കണ്ടു. കുഴപ്പമൊന്നും കണ്ടില്ല. ഒന്ന് സ്കാൻ ചെയ്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തു. ഒന്നും കാണാൻ സാധിച്ചില്ല. എനിക്ക് അതിശയമായിട്ടോ. മുഴയുമില്ല, വേദനയില്ല. എൻ്റെ കണ്ണൻ എന്നെ സഹായിച്ചു. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാരായണീയം ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞല്ലോ, അസ്മിൻ പരാത്മൻ. ഞാനത് സ്ഥിരവും ചൊല്ലാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ശക്തിയായിരിക്കാം. എൻ്റെ ഈ 2 പ്രശ്നങ്ങളും എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഭഗവാൻ മാറ്റിത്തന്നു എന്ന് പറയുന്നതാണ് നല്ലത്. അപ്പോൾ ഈ അനുഭവം സർ എല്ലാവരിലേക്ക് എത്തിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ അനുഭവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ നാരായണീയം വായിക്കുക. പിന്നെ നാരായണ കവചമൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊരു പ്രൊട്ടക്ഷനാണ്. നമ്മളെ ജീവിത രോഗങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കൃത്യമായിട്ട് ദിവസവും അത് ചെയ്യുന്നത് ശുദ്ധിയോടെ ആയിരിക്കണം. മനഃശുദ്ധി നിർബന്ധമാണ്. അല്ലാതെ ഞാൻ എപ്പോഴും പറയാറുള്ളത് മാതിരി മറ്റുള്ളവരെക്കുറിച്ച് ദോഷമായിട്ട് ചിന്തിക്കുക എന്നിട്ട് നാരായണീയം വായിക്കുക, അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അത് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ എല്ലാവരും നാരായണീയമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. കമൻറ്റ് ബോക്സിൽ ഫേസ്ബുക്കിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഗ്രൂപ്പിൽ. ഹരേ കൃഷ്ണ. ഇപ്പോൾ വേറെ ഒന്നുമില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥിക്കുകയാണ്.